കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആകർഷണ നിയമത്തിലെ ഒരു അതിശക്തമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താനായിട്ട് സഹായകമാവുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ വളരെ വർക്കിംഗ് ആവുന്നത്. എത്രത്തോളം നമ്മൾ ആ ഒരു മെത്തേഡിൽ വിശ്വസിക്കുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതും വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. നമ്മൾക്ക് പല ആൾക്കാരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കാത്തതെന്ന്. അതെന്തുകൊണ്ടെന്ന് തീർച്ചയായിട്ടും അവരിലൊരു വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് വിശ്വാസമാണ് വേണ്ടത്, അതുപോലെ നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും വേണം. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് കാര്യവും നമ്മൾ ആ പൂർണ്ണ മനസ്സോടുകൂടി ആഗ്രഹിച്ചാൽ അത് നമ്മളിലേക്ക് നേടിയെടുക്കാനായിട്ട് എളുപ്പമാണെന്ന് നമുക്ക് അത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഒരു വ്യക്തിയിൽ എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജി എത്രത്തോളം കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വരുന്നത്, നമ്മൾ ഉപ്പ് ഉപയോഗിച്ചപ്പം ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം, കല്ലുപ്പ് അല്ലെങ്കിൽ സാധാ ഉപ്പ് ഉപയോഗിച്ചുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുമായിട്ടാണ് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഉപ്പും വെള്ളവും ഉപയോഗിച്ചുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശക്തിയെയും നെഗറ്റീവ് ശക്തിയെ ഉന്മൂലനം ചെയ്യാനായിട്ട് കഴിവുള്ളൊരു വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത്. ആ ഉപ്പ് ഉപയോഗിച്ച് നമ്മളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി നമ്മളിലേക്ക് സമ്പത്തും നമ്മളിലേക്ക് സമൃദ്ധിയും എല്ലാം ആകർഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അപ്പോൾ ഉപ്പിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു വ്യക്തിക്ക് പുതുജീവനും ഭാഗ്യവും സമ്മാനിക്കാനായിട്ട് കഴിവുള്ള വസ്തുക്കളാണ് ഉപ്പും. അതുപോലെ തന്നെ ഒരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാത്തിനെയും ആകർഷിക്കാനുള്ള കഴിവ് വെള്ളത്തിനുണ്ട്. അതുപോലെ മനസ്സിനെ ശാന്തമാക്കാനും പവിത്രമാക്കാനുമുള്ള കഴിവ് വെള്ളത്തിനുണ്ട്. തീർച്ചയായിട്ടും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമായിട്ടുള്ളൊരു വസ്തുവാണ്. തീർച്ചയായിട്ടും ആ വെള്ളവും ഉപ്പും കൂടെ ചേരുമ്പോഴുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഉപ്പിനാണെങ്കിൽ അതിലുപരി ശരിക്കും ഒരു വസ്തുവിനുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നെഗറ്റിവിറ്റിയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും, ശുദ്ധീകരിക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും ഒത്ത് ശുദ്ധീകരിക്കാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ഉപ്പ്, അതായത് വീടിൻ്റെ മെയിൻ പ്രധാന വാതിലിൻ്റെ സൈഡിൽ തന്നെ ഉപ്പ് ഒരു കുപ്പി ഗ്ലാസ്സിനകത്തോ ഒരു ബോട്ടിലിനകത്തോ ഇട്ട് വെക്കാറുണ്ട്. അത് കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഊർജ്ജമണ്ഡലങ്ങളെ ഭാരം കുറച്ച് ശുദ്ധമാക്കാനൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലങ്ങളിൽ തൊട്ടേ ആൾക്കാർ ഈ ഉപ്പിൻ്റെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് തീർച്ചയായിട്ടും അതായത് നമ്മുടെ കടലിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാകുമെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കടലിലെ വെള്ളത്തിന് ഉപ്പാണ്. അപ്പം തീർച്ചയായിട്ടും എന്ത് കാര്യവും കടൽ വെള്ളത്തിലേക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും നമ്മളൊരു കാര്യം വിചാരിച്ച് എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് വർക്കൗട്ട് ആവുന്നത്. വളരെ എളുപ്പത്തിൽ 24 മണിക്കൂറിനുള്ളിൽ വർക്കൗട്ട് ആവുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണിത്. തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പും വെള്ളവും ഉപയോഗിച്ചാണ്. തീർച്ചയായിട്ടും ഇതിന് കല്ലുപ്പ് അല്ലെങ്കിൽ ഏതുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കൂടുതലും കല്ലുപ്പാണ് നല്ലത്. തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഉപ്പ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ആ സാധാ ഉപ്പ് ഉപയോഗിച്ച് ചെയ്ത് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും വെള്ളവും കൂടെ ചേരുമ്പോൾ ദൈവിക ശക്തിയാണ് ഉണ്ടാകുന്നത്. അതായത് എല്ലാ നെഗറ്റിവിറ്റിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് തരുന്നത്. തീർച്ചയായിട്ടും ഉപ്പും വെള്ളവും കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റിയൊക്കെ ഉന്മൂലനം ചെയ്ത് നമ്മളിലേക്ക് ഒരു പോസിറ്റിവിറ്റി വരുത്തിക്കാൻ അത് സഹായിക്കുന്നു. തീർച്ചയായിട്ടും അപ്പം ഇതിനായിട്ട് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മതി. തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു റിസൾട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം.
ഇതിനു വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ് ആദ്യം വേണ്ടത്. ഇപ്പം നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സിനെയൊക്കെ ഏകാന്തമാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഏകാഗ്രമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു സന്തോഷമാണ് വേണ്ടത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ചെയ്യുക, അല്ല ഈ കാര്യം നടക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വേണ്ടത് ഉപ്പും വെള്ളവുമാണ്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു പേന വേണം, ഒരു പേപ്പർ വേണം. ഇത്രയും കാര്യങ്ങളാണ് തീർച്ചയായിട്ടും വേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ പേരെഴുതുക. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേരെഴുതുക. ഇപ്പോൾ എൻ്റെ പേരെഴുതി, ഞാൻ ഫുൾ നെയിമാണ് എഴുതേണ്ടത്. രാജീവ് എന്നെഴുതി നിങ്ങളുടെ ഫുൾ പേരെഴുതുക. രാജീവ് നായർ ഫുൾ പേരെഴുതി. തീർച്ചയായിട്ടും പേരെഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. ഫുൾ നെയിം എഴുതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുക, ആ കാര്യം നമ്മൾ നടന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ എഴുതുക. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചു, എന്താണ് അപ്പോൾ എനിക്ക് അത്യാവശ്യമായി 2000 രൂപ വേണം അല്ലെ കിട്ടണം എന്ന് എഴുതുക. അപ്പോൾ ചെറിയൊരു കാര്യം എഴുതുക, 2000 രൂപ വേണം അല്ലെ കിട്ടണം എന്ന് എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. എനിക്ക് അത്യാവശ്യമായി 2000 രൂപ കിട്ടണം എന്ന് എഴുതി നമ്മൾ തീർച്ചയായിട്ടും. എന്നിട്ട് ഈ പേപ്പർ മടക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വെള്ളം എടുത്തു, അതിലേക്ക് ഉപ്പിടുക. ഈ വെള്ളം എടുത്തു. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സിലൊക്കെ ധ്യാനിച്ചിട്ട് ഇത്രയേ ഉപ്പ് ഇതിലേക്ക് ഇടുക. അപ്പോൾ കല്ലുപ്പാണ് ശരിക്കും ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് സാധാ ഉപ്പ് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പെടുത്തു. അപ്പോൾ എത്രത്തോളം ഉപ്പിടുന്നു അത്രത്തോളം ഈ കാര്യം നടന്നു കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടു. തീർച്ചയായിട്ടും ഇതൊരു ഉപ്പ് വെള്ളമായി. ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഈ പേപ്പർ, അതായത് നമ്മൾ ഒരു കാര്യം വിചാരിച്ചാണല്ലോ എഴുതിയത്, ഈ പേപ്പർ ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് വയ്ക്കുക. അതായത് പേപ്പർ അതിൽ പൂഴ്ത്തി വയ്ക്കണം. തീർച്ചയായിട്ടും ഈ പേപ്പർ അതിൽ പൂഴ്ത്തി വയ്ക്കുക, നമ്മൾ എഴുതിയ കാര്യം. അങ്ങനെ ഒരു ടെക്നിക്കാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ടെക്നിക്കാണ്. ഇനി 24 മണിക്കൂർ ഈ ഒരു ഗ്ലാസ് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. അതായത് ഈ ഗ്ലാസും വെള്ളം കൂടെ 24 മണിക്കൂർ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. 24 മണിക്കൂറിന് ശേഷം നമ്മളിത് ചെടിച്ചോട്ടിലോ വല്ലതും ഒഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ ഒരു ടെക്നിക്ക്. വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് കിട്ടും. വളരെ എളുപ്പത്തിലുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങൾക്ക് എന്തും ആകർഷിച്ചെടുക്കാം. തീർച്ചയായിട്ടും ധനമാവട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും വിദ്യാഭ്യാസമാവട്ടെ, നിങ്ങൾക്കുള്ള നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടാൻ ഈ ഒരു ടെക്നിക്ക് വളരെ അനുയോജ്യകരമായൊരു ടെക്നിക്കാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഗ്ലാസ് വെള്ളവും ഉപ്പും ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ നെഗറ്റീവ് എനർജിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എൻ്റെ ചാനൽ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ധനമൊക്കെ ഉണ്ടാവാൻ, അതായത് സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ചയ്ക്കൊക്കെ ഉണ്ടാവാൻ വളരെ നല്ലൊരു മെത്തേഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.